സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിലെ വെളുത്ത പുകച്ചുരുളുകൾ ലോകത്തിന് പ്രത്യാശയുടെ പുതിയൊരു നാമം സമ്മാനിച്ചിട്ട് മെയ് 8-ന് ഒരു വർഷം തികയുന്നു. ലിയോ 14 എന്ന പേരിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെയും ആർദ്രതയുടെയും മഹാസമുദ്രമാണ്. വത്തിക്കാനെ തിളങ്ങുന്ന ചുവരുകൾക്കുള്ളിലല്ല, ചേരികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ക്രിസ്തുവിനെ തിരയുന്ന ഒരു തീർത്ഥാടകനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസ്സഹായർക്കായി അദ്ദേഹം ഉയർത്തിയ ശബ്ദം പലപ്പോഴും ലോക നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്നതായി മാറി. നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ വിങ്ങലുകളും പാപ്പയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതമെന്ന ചോദിച്ചതിന് മുമ്പിൽ ഉഴഞ്ഞു നിൽക്കുന്ന കുടുംബനാഥന്മാരും പാപ്പയുടെ സങ്കടങ്ങളാണ്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾക്കും നീതി നിഷേധങ്ങൾക്കും പട്ടിണിക്കുമെതിരെ സന്ധിയില്ലാ സമരത്തിലാണ് ഈ വലിയ മുക്കുവൻ. യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ലെബനനിലെയും യുക്രൈനിലെയും ജനങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് വത്തിക്കാൻ വീണ്ടും സഹായഹസ്തം നീട്ടിയിരുന്നു. ഒരു വശത്ത് വിദ്വേഷം പടരുമ്പോൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ലേപനം പുരട്ടി മുറിവുണക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ് പാപ്പ. സഭ ഒരു കോട്ടയല്ല, മറിച്ച് എല്ലാവർക്കും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു വീടാണ് എന്ന പാപ്പയുടെ വാക്കുകൾ തന്നെ എത്ര വലിയ സാന്ത്വനവും പ്രത്യാശയുമാണ് പകരുന്നത്. ഒരു വർഷം എന്നത് കാലത്തിന്റെ പുസ്തകത്തിലെ ചെറിയ ഒരു ഇടവേള മാത്രമായിരിക്കാം. ലിയോ 14 ആ സമയം കൊണ്ട് സ്നേഹത്തിന്റെ സുവർണ്ണ നൂലുകൊണ്ട് ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ കൂട്ടിയിണക്കി കഴിഞ്ഞിരിക്കുന്നു. ലിയോ മാർപ്പാപ്പയുടെ മുഖം ഒരു പ്രാർത്ഥന പോലെയാണ്. ചുളിവുകൾ വീണ ആ നെറ്റിത്തടത്തിൽ ലോകത്തിന്റെ മുഴുവൻ ആകുലതകളും വായിച്ചെടുക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തിളക്കം തളർന്നു പോകുന്നവർക്കൊരു താങ്ങാണ്. അദ്ദേഹത്തിന്റെ പാതകൾ ഇനിയും ലോകത്തിന് വെളിച്ചം പകരട്ടെ. ആ ഇടയ ശബ്ദം ഭൂമിയുടെ അതിരുകൾ വരെ മാറ്റുള്ളിക്കൊള്ളട്ടെ.